ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിയനറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. SJCAMൻ്റെ SJ6 ലെജൻഡ് എന്ന് പറയുന്ന ഒരു ക്യാമറയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ഏകദേശം നല്ല ഗൈറോ സ്റ്റെബിലൈസേഷനും ഒരു 4K 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെ കിട്ടുന്ന ഒരു ക്യാമറയാണിത്. 1080p വീഡിയോ ഒക്കെ 60 ഫ്രെയിംസ് വരെ നമുക്കിതിനകത്ത് അവൈലബിൾ ആണ്. 4K 30 ഫ്രെയിംസ് വരെ ഇതിൽ അവൈലബിൾ ആണ്. അപ്പം അത്യാവശ്യം ഗോപ്രോയോ അല്ലെങ്കിൽ DJയുടെ ഓസ്മോ ആക്ഷനോ ഒന്നും മേടിക്കാൻ കാശില്ലാത്ത ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാമറയാണിത്. ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ വീഡിയോസും അങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോസ് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ക്യാമറയാണിത്. ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സും ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും ഒക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഗായ്സ്, ഇതാണ് SJ6 ലെജൻഡ്. ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് ഇത് വരുന്നത്. കണ്ടോ, ഇതുപോലത്തെ ഒരു പാക്കിങ്ങിലാണ്. ഇവിടെ ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള വൈഫൈ ത്രൂ കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ക്യാമറ ഫോണിലേക്ക്. ഇതിൻ്റെ ആപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്ക്രാച്ച് കൂപ്പൺ ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി ജെനുവിൻ പ്രോഡക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ വെബ്സൈറ്റ് കയറിയിട്ട് ഈ പ്രോഡക്റ്റ് കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ജെനുവിൻ ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ആമസോണിൽ നിന്നാണ് ഇതെടുത്തത്. ഇങ്ങനെ ഒരു പാക്കിംഗ് ആണ് ഇതിന് വരുന്നത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു പാക്കിംഗ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, അതിനകത്ത് ഇങ്ങനെ 2 ബോക്സ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ക്യാമറ. ഒരു വാട്ടർ പ്രൂഫ് കേസോട് കൂടി തന്നെയാണ് ഇത് വരുന്നത്. ഒരു ചെറിയ അറ്റാച്ച്മെൻറ്റും വരുന്നുണ്ട് ഇതിൽ. നമുക്കിതൊന്ന് ഊരി നോക്കാം. ഇങ്ങനെയാണിത്. നല്ല ടൈറ്റാണ്, അത്യാവശ്യം നല്ല ടൈറ്റാണ്. ഇതാണ് ക്യാമറ. ഏകദേശം ഈ വലുപ്പമേ അതിന് വരുന്നുള്ളൂ. കണ്ടോ, ഇതാണ്. തീരെ കുഞ്ഞി ക്യാമറയാണ്. എൻ്റെ ഒരു വിരലിൻ്റെ ഇത്രയൊക്കെ വരുന്നുള്ളൂ. തീരെ നല്ല കുഞ്ഞതാണ് അത്യാവശ്യം. കണ്ടോ, ഇവിടെയാണ് ഇതിൻ്റെ പവർ സ്വിച്ച് വരുന്നത്. ഇതൊരു സെറ്റിങ്സിൻ്റെ സ്വിച്ചാണ്. ഇത് ക്ലിക്ക് ചെയ്യുന്ന റെക്കോർഡിംഗ് ഓൺ ഓഫ് ആക്കുന്ന സ്വിച്ച്. ഇവിടെ ഒരു മൈക്രോ SD കാർഡ് ഇടാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ഒരു USB സ്ലോട്ട്. താഴെ ട്രൈപോഡിൻ്റെ ഒരു മൗണ്ടാണ് വരുന്നത്. ട്രൈപോഡിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതൊക്കെ കണക്ട് ചെയ്യാൻ. ഇവിടെയാണ് ബാറ്ററിയുടെ ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, സ്പ്രിങ് ആക്ഷനുള്ള ഒരു ബാറ്ററിയുടെ ഓൺ ഓഫ് പാനലാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇതിൻ്റെ ഒരു ബാറ്ററി. ഇതിൻ്റെ സ്പെയർ ബാറ്ററി നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഏകദേശം 1200 രൂപയേ ഉള്ളൂ. ഒറ്റ ചാർജിങ്ങിൽ 2 തൊട്ട് 3 മണിക്കൂർ വരെ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. പിന്നെ ഇതിന് സെപ്പറേറ്റ് നമ്മുടെ ക്യാമറയുടെ ഒക്കെ ബാറ്ററി ചാർജർ പോലെ തന്നെ ഒരു ബാറ്ററി ചാർജറും ഇതിനു വേണ്ടി അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതുപോലെ ഒരു പ്രൊട്ടക്റ്റീവ് ഫിലിം ഒക്കെ ഉണ്ട്. കണ്ടോ, നമുക്കതൊക്കെ ഒന്ന് പൊളിച്ച് കളഞ്ഞു. നമുക്കതൊന്ന് ജസ്റ്റ് ഓൺ ആക്കി നോക്കാം. ഇത് ഓണായിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഇതിലിപ്പോൾ കിടക്കുന്നത് വീഡിയോ 1080p 60ലാണ്. ഇതിൻ്റെ റെസൊല്യൂഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. 24 തൊട്ട് 4K 24 ഫ്രെയിംസ് തൊട്ട് കണ്ടോ, ഇത് ടച്ച് സ്ക്രീനാണ്. പിന്നെ ലൂപ്പ് റെക്കോർഡിങ് നമുക്ക് കാറിൻ്റെ ഡാഷ്ബോർഡിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്ത് പോകാം. സ്പേസ് ചെയ്യുന്നതനുസരിച്ച് ഫസ്റ്റ് റെക്കോർഡ് ചെയ്ത വീഡിയോസ് ഇങ്ങനെ ഡിലീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഗൈറോ സെൻസർ നമുക്ക് ഓണാക്കി ഓഫാക്കി ഇടാൻ പറ്റും. കണ്ടോ, കുറച്ചുകൂടെ സ്റ്റഡി ആയി കിട്ടും ഗൈറോ സെൻസർ ഇട്ട് കഴിഞ്ഞാൽ. കളറ് EV അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ക്യാമറ. നമുക്ക് ഇതിൻ്റെ ആക്സസറീസ് എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടുന്ന് നോക്കുമ്പോൾ അത് ഹെൽമെറ്റിലോ അല്ലെങ്കിൽ ഡാഷ്ബോർഡിലൊക്കെ ഒട്ടിച്ച് വെക്കാൻ പറ്റിയ ക്യാമറ കയറ്റി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൗണ്ടുണ്ട്. പിന്നെ ഇതതിൻ്റെ ലെൻസിൻ്റെ ഒരു ക്യാപ്പാണ്, നമുക്ക് അടച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യാപ്പ്. ഇത് മറ്റേതുപോലെ തന്നെ സെയിം ഒരു മൗണ്ട് തന്നെയാണ്. പിന്നെ ഇത് ചാർജ് ചെയ്യാനായിട്ടുള്ള ഇതിൻ്റെ USB കേബിൾ. ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ബൈക്കിൻ്റെ ഹാൻഡിലിൽ നമുക്ക് ഇത് വെക്കാൻ പറ്റും. ബൈക്കിൻ്റെ ഹാൻഡിലിൽ അല്ലെങ്കിൽ കമ്പി പോലത്തെ റൗണ്ടിലുള്ള എന്തെങ്കിലും സാധനത്തിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് വരുന്നുണ്ട്. മറ്റേതുപോലെ തന്നെ വീണ്ടും 2
ഇത് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ 2 എക്സ്ട്രാ സ്റ്റിക്കേഴ്സ്